ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അങ്കണവാടിയിലും വനിതാ കമ്മീഷൻ്റെ കീഴിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം അങ്കണവാടികളിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. തിരുവനന്തപുരം പാറശാല ICDS ഓഫീസിന് പരിധിയിലുള്ള കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർമാരുടെ സ്ഥിരം ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 20 വരെയാണ്. വിശദ വിവരങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അങ്കമാലി ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലാണ് അങ്കണവാടി വർക്കർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷകർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരും സേവന തൽപരരുള്ളവരും മതിയായ ശാരീരിക ശേഷിയുള്ളവരും 1/1/2024 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളവരും 46 വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ 8/1/2024 മുതൽ 15/1/2024 വൈകിട്ട് 5 മണി വരെ അങ്കമാലി ICDS പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. അപേക്ഷയുടെ മാതൃക അങ്കമാലി ICDS പ്രോജക്റ്റ് ഓഫീസ്, മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ കേരള വനിതാ കമ്മീഷന്റെ എറണാകുളം മേഖലാ കാര്യാലയത്തിൽ LD ക്ലർക്കിന്റെ ഒഴിവിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ജനുവരി 15 ഉച്ചകഴിഞ്ഞ് 2:30 ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. കേരള വനിതാ കമ്മീഷന്റെ എറണാകുളം മേഖലാ ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂ നടക്കുന്ന ഓഫീസ് അഡ്രസ് കേരള വനിതാ കമ്മീഷൻ, എറണാകുളം മേഖലാ ഓഫീസ്, പരമാര ഷോപ്പിംഗ് കോംപ്ലക്സ്, റൂം നമ്പർ 2, 1ാം നില, പരമാര റോഡ്, പ്രസിഡൻസി ഹോട്ടലിനു സമീപം, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, കൊച്ചി. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ, ആംബുലൻസ് ഡ്രൈവർ തസ്തികകളിലേക്കുള്ള താൽക്കാലിക നിയമനത്തിന് അഭിമുഖം നടത്തുന്നുണ്ട്. ഡോക്ടർ നിയമനത്തിന് MBBS യോഗ്യതയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആംബുലൻസ് ഡ്രൈവർ തസ്തികയിൽ 10ാം ക്ലാസ് ഹെവി ഡ്യൂട്ടി ലൈസൻസ്, സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ആംബുലൻസ് ഡ്രൈവറുടെ പോസ്റ്റിലേക്ക് പ്രായപരിധി വരുന്നത് 45 വയസ്സിന് താഴെയാണ്. 2 തസ്തികകളിലും ഓരോ ഒഴിവ് വീതമാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി 12 രാവിലെ 10 മണിക്ക് പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് വയനാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷനും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും സംയുക്തമായി DDUGKY കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 13 രാവിലെ 8:30 മുതൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. മുട്ടിൽ WMO കോളേജിൽ നടക്കുന്ന തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിന് നോളജ് ഇക്കോണമി മിഷന്റെ DWMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതാണ്. 20ഓളം കമ്പനികളിൽ നിന്നായി നിരവധി ഒഴിവുകൾ നിലവിലുണ്ട്. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST മലയാളം പാർട്ട് ടൈം തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 12 രാവിലെ 10:30 സ്കൂളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ NHMൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ് എന്നിവരെ നിയമിക്കുന്നുണ്ട്. MBBSഉം TCMC രജിസ്ട്രേഷനുമാണ് മെഡിക്കൽ ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. സ്റ്റാഫ് നഴ്സിന് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 12 രാവിലെ 10 മണിക്ക് കണ്ണൂർ NHM ഓഫീസിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ PMGSY പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ഓവർസിയർ ഒഴിവുകളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിമാസ ഓണറേറിയം 20,065 രൂപയാണ്. സിവിൽ ഡിപ്ലോമ, ആട്ടോ കാർഡ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജനുവരി 18 മുൻപായി തപാൽ മുഖേന സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, PIU, 3ാം നില, സിവിൽ സ്റ്റേഷൻ, കാക്കനാട് 682030. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.